ഈ സിനിമക്ക് ഖലീഫ എന്നുള്ള പേരിട്ടത് എന്തുകൊണ്ട്? ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു സിനിമ സംസാരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. മൂവി ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഏതാ സിനിമ? ഖലീഫ. ഖലീഫ, നമ്മുടെ രാജുവേട്ടനെ കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു ചെറുപ്പക്കാരനായിട്ട് കാണാൻ പറ്റിയല്ലേ? ചെറുപ്പക്കാരനല്ലെങ്കിലും അല്ല, പക്ഷെ ഒരു ലുക്ക് ഭയങ്കര ചേഞ്ച് പിടിച്ചു. മറ്റേ കളർഫുൾ ഭയങ്കര കൺവിൻസിംഗ് ആയിട്ടൊരു ലുക്കായിരുന്നു. എനിക്ക് ആ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. ഞാൻ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പറയുന്നു. ഓക്കെ, സിനിമയെ പറ്റി പറയാം. സിനിമ അടിപൊളി പടം. സിനിമ നല്ല പടം, അങ്ങനെ മോശം പറയാനൊന്നുമില്ല. പക്ഷേ എനിക്കിപ്പോ നമ്മളിപ്പോ കണ്ടിന്യൂസ്ലി ഒരുപാട് മറ്റേ കണ്ടന്റ് അങ്ങനത്തെ ഒക്കെ സിനിമ കണ്ടതുകൊണ്ട് എനിക്ക് എടുത്തു പറയാൻ മാത്രം കുറെ വോവ് ഫാക്ടർ ഫീൽ ചെയ്തില്ല. കണ്ടന്റിൽ വലിയ വോവ് ഫാക്ടർ ഇല്ല. അതിന്റെ മേക്കിങ്ങിലാണ് നമുക്ക് ഒരു സ്വാഗും ആളുടെ സ്ക്രീൻ പ്രസൻസും പിന്നെ അതുപോലത്തെ അങ്ങനെ. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് പൃഥ്വിരാജിന്റെ ഒരുപാട് ബലംപിടുത്തങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സിനിമയാട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ബലം പിടിച്ചിട്ട് ഓരോ ഡയലോഗ് അടിക്കില്ല, അതൊന്നും അങ്ങനത്തെ ഡയലോഗുകളൊന്നുമില്ല. വളരെ ആ ക്യാരക്ടറിന് എന്താണോ വേണ്ടത് അത് കറക്റ്റ് മീറ്റർ പിടിച്ചിട്ടുള്ള. ഇപ്പൊ അതിലൊരു ഫേമസ് ഡയലോഗ് എല്ലാവരും ഇപ്പൊ പറഞ്ഞു, പൊട്ടിച്ച് കളയും എന്ന് പറഞ്ഞ സാധനം. ആ സാധനം പൊട്ടിച്ച് കളയും എന്ന് പറയുന്നത് മുമ്പത്തെ പൃഥ്വിരാജാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു മാസൊക്കെ പിടിച്ച് ഇങ്ങനെ ബെല്ലൊക്കെ പിടിച്ച് മസിലൊക്കെ അങ്ങനെ നമുക്ക് പറയാനൊന്നും പറ്റില്ല. ഒരു ക്യാരക്ടറിന് വേണ്ടത് എന്താണോ അതല്ലേ ചെയ്യാ. ചിലപ്പോ അത് നമുക്ക് ഓവർ തോന്നും, ചിലപ്പോ നമുക്ക് കുറവ് തോന്നും. ഇത്തവണ നല്ല ഒരു മീറ്റർ കൃത്യമായിട്ട് പിടിച്ചതുപോലെ തോന്നി. ഇത് പക്ഷേ ഇല്ലേ, രാജുവേട്ടനെ നമ്മള് മറ്റേ അഭിനയത്തില് ജഡ്ജ് ചെയ്യൊന്നുമില്ല കേട്ടോ. എന്റെ ഒരു ഏറ്റവും വലിയ സംശയം ഈ സിനിമ കണ്ടിട്ട്, ഈ സിനിമക്ക് ഖലീഫ എന്നുള്ള പേരിട്ടത് എന്തുകൊണ്ട്? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് അടിക്കണം കേട്ടോ. കാരണം ഖലീഫ എന്നുള്ള പേര് എന്തുകൊണ്ട് എനിക്ക് സിനിമ ഫുള്ള് കണ്ടിട്ടും മനസ്സിലായിട്ടില്ല. എന്റെ കുറ്റാവും. അവന്റെ പേരായിട്ടും ക്യാമറമാൻ എന്താ പറയാ? കാരണം നമുക്ക് ഖലീഫ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ബുർജ് ഖലീഫയാണല്ലോ വരിക. നമ്മുടെ ക്യാമറമാൻ പുറകിൽ എന്ന് പറഞ്ഞെന്താണെന്ന് വെച്ചാല് ഖലീഫ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലീഡർ. പക്ഷെ അങ്ങനെ ഒരു എന്താ പറയാ ഭയങ്കരമായ ഒരു ലീഡർ അല്ല. സാഹചര്യം കൊണ്ട് ലീഡർ ആകേണ്ടി വന്ന അയാളെ ബുദ്ധി എന്ന് പറയാനായിട്ട് അയാളുടെ കീഴിൽ ഒരുപാട് പേരോ അങ്ങനൊന്നുമില്ല. ഒരു നെറ്റ്വർക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നു. അയാളുടെ ബുദ്ധി വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഈവൻ മസിൽ പവർ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ലെസ് ആയിട്ട് അങ്ങനെയുള്ളൂ. പിന്നെ അവൻ ഒരു ബോക്സ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളായത് കൊണ്ട് കാണിക്കാൻ പറ്റുന്ന മാസുകൾ അങ്ങനെ. പക്ഷെ അതിൽ പറയുന്ന ഈ ബിസിനസ്സുകളുടെ നമ്പറുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന തുകകളോ കോടികളുടെ കണക്കൊക്കെ പറയുമ്പോൾ നമുക്കിപ്പോ വളരെ നിസ്സാരമായിട്ടുള്ള അതെ മേ ബി ആ ഒരു കുറച്ച് പുറകിലോട്ടാണ് കാലഘട്ടം. അത് നീ പറഞ്ഞ കറക്റ്റാ. ഞാനിപ്പോ അതിൽ പറയുന്ന വാല്യൂസ് ഒക്കെ ഇതൊക്കെ ഇതൊക്കെയാണ് ഇത്ര വലിയ. കാരണം ഇപ്പൊ 500 കോടി 1000 കോടി എന്നൊക്കെ പറയുന്നത് 8 കോടി 10 കോടി എന്നൊക്കെ പറയുന്നത് അത് റോങ് ആണ്. കാരണം കാലഘട്ടം കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്ന് വെച്ചാല് പുള്ളിയുടെ മുത്തച്ഛന്റെ കാലഘട്ടം മീൻസ് ഇന്ദിരാഗാന്ധിന്റെ ആ ഒരു കാലഘട്ടം എഴുതിയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ മോൻ വരുന്ന കാലഘട്ടം എന്ന് പറയുമ്പോ റീസെന്റ് അല്ല. അതിൽ ഉപയോഗിക്കുന്ന മൊബൈലുകളും വണ്ടികളൊക്കെ പഴയതാണ്. പോയിന്റ് വാലിഡ് ആണ്. അപ്പൊ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും പോയി, അതായത് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഒരുപാട് ബ്ലഡ് ഷെഡോ അല്ലെങ്കിൽ മാർക്കോ പാലി വെട്ടും കുത്തും കാര്യങ്ങളൊന്നും ഇല്ല. ട്രെയിലറിലൊക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു മിസ്ഇന്റർപ്രിട്ടേഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം ഞാനും ഭയങ്കര ഇടിയായിരിക്കും, പക്ഷെ കണ്ടിരിക്കാൻ പറ്റുന്ന ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് വന്നത്. കാരണം ഇടിയും തല്ലും വഴക്കമൊക്കെ കാണണ്ടേ എന്ന് പറഞ്ഞിട്ട് ചോര ബ്ലഡ് ഷെഡ് ഇതൊക്കെ കാണണ്ടേ. പക്ഷെ അങ്ങനെ കൺവിൻസിംഗ് ആയിട്ടുള്ള സാധനമാണ്, അല്ലാണ്ട് വെറുതെ ആവശ്യമില്ലാത്ത അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ സിനിമകളിൽ അത് ആവശ്യമാണ്. അതിന്റെ ഒരു എലമെന്റ് കുറഞ്ഞു പോയി കഴിഞ്ഞാല്, കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ സിനിമകൾ എനിക്ക് ആ പോയിന്റിനോട് ഒട്ടും യോജിപ്പില്ല കേട്ടോ. സിനിമ ആ കഥ പറയാൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. പക്ഷെ ഇപ്പം ഇത് മാർക്കറ്റിൽ ഓടുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ട് അനാവശ്യമായിട്ട് കുത്തിക്കേറ്റുന്ന ഇഷ്ടം പോലെ സിനിമ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ തല വെട്ടുന്നത് കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല വെട്ടുന്നതും അല്ലെങ്കിൽ ഒരു സിംബോളിക് ആയിട്ടൊക്കെയാണ് സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ തല വെട്ടുക എന്ന് പറഞ്ഞാൽ തല വെട്ടണ തന്നെ കാണിക്കും. കാലഘട്ടത്തിന്റെ വ്യത്യാസമായിരിക്കും. പക്ഷെ എനിക്കത് റെലവന്റ് അങ്ങനെ വേണമെന്നില്ല. സംഭവം മനസ്സിലാകുക
ആകുക എന്ന് വെട്ടുന്നത് കാണിച്ചിട്ട് തന്നെ അങ്ങനെ വേണമെന്നില്ല. പക്ഷെ ഇന്നത്തെ സിനിമ അങ്ങനെയാണ്. ക്രാഫ്റ്റിന്റെ ബ്രില്യൻസ് എന്ന് പറയുന്ന പോലെ അത് വെട്ടുന്നത് കാണിക്കുക എന്ന് പറയുന്ന ഒരു ക്രാഫ്റ്റ് ആണ്. അത് അങ്ങനെ കാണിക്കാൻ പറ്റുക എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് കാണിക്കുന്നതൊക്കെ ഡയറക്ടറിന്റെ ബ്രില്യൻസ് അത് എങ്ങനെ ആൾക്കാർക്ക് എത്തിക്കുക എന്നുള്ളത് കാണിച്ചുകൊണ്ട് എത്തിക്കണോ അത് കാണിക്കാണ്ട് എത്തിക്കണോ. അപ്പൊ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ഓവർ ആയിട്ടുള്ള ബ്ലഡ് ഷെഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അത്യാവശ്യം നല്ലൊരു സിനിമ കണ്ടിരിക്കാൻ പറ്റുന്ന അത്യാവശ്യം മാസൊക്കെ എനിക്ക് നോർമലി തോന്നിയിട്ടുണ്ടല്ലോ. ഇവന്റെ ഒരു പുതിയ മുഖം അങ്ങനത്തെ ഒരു സട്ടിൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി, അതിന്റെ കൂടെ കുറച്ച് ഫൈറ്റ് അങ്ങനത്തെ ആക്ഷൻ എലമെന്റ്സ് അങ്ങനെയൊക്കെ കൂടി ഒരു മിക്സഡ് പടം. പിന്നെ പ്രജയൊക്കെ ഇല്ലേ നമ്മളെ പഴയ, പക്ഷെ പ്രജയിലൊക്കെ നമുക്ക് ഒരു ഭയങ്കര ഫീൽ ചെയ്യുന്ന പോലത്തെ ഡയലോഗ് ഡെലിവറീസ് ഉണ്ടാവും. അങ്ങനത്തെ ഡയലോഗ്സ് ഡയലോഗുകൾ അങ്ങനൊന്നുമില്ല. പിന്നെ ഓരോരോ കാര്യങ്ങൾ ഇതിന് പറയുകയാണെങ്കിൽ ഇപ്പൊ സിനിമാറ്റോഗ്രാഫി ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. ജോമോനാണ് ചെയ്തിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് പൃഥ്വിരാജിന്റെ ആ സ്വാഗും ആ നടത്തവും അതില് എടുത്തു പറയേണ്ട കാര്യമാണ് ജേക്സ് ബിജോയ്. അതായത് ആള് ചെയ്തിട്ടുള്ള ബിജിയും അടിപൊളി. അതിനെ ഈ സിനിമേനെ വേറെ ലെവലിലേക്ക് എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റണ്ടിന്റെ സമയത്താണെങ്കിലും ആളുടെ മാസ് കാണിക്കുന്ന സമയത്താണെങ്കിലും നല്ലൊരു പാട്ടുണ്ട്. പക്ഷെ ആ പാട്ടിന് അവിടെ റിലവൻസ് ഇല്ല. പക്ഷെ ആ ഒരു പാട്ടിന് വേണ്ടി അവിടെ കൊണ്ടുവച്ചു, അല്ലെങ്കിൽ ആ ഒരു ചെറിയ ഇൻസിഡന്റ് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പാട്ട് അവിടെ വന്നു എന്നുള്ളൂ. പക്ഷെ നന്നായിട്ട് ഇണങ്ങി ചേരുന്നുണ്ട് സിനിമയ്ക്ക്. ആ പാട്ടില് ആ സിനിമയില് നല്ലൊരു പാട്ടാണ് ശ്രീറാം പാടിയ പാട്ടും. പിന്നെ അത് കൂടാണ്ട് ഒരു ചെറിയൊരു പാട്ടും കൂടി ഉണ്ട്. എനിക്ക് പിന്നെ അഭിനയം എനിക്ക് രഞ്ജി പണിക്കറെ അതില് എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രഞ്ജി പണിക്കരെ. സത്യം എനിക്ക് പൃഥ്വിരാജിനേക്കാളും ഇതിലുള്ള ഏത് ക്യാരക്ടർ എടുത്തു നോക്കട്ടെ ക്യാരക്ടർ പിടിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട്. എന്ന് പറഞ്ഞാല് ഒരു സെക്കൻഡ് പോലും നമുക്ക് ആ ഇത് വിടൂല നമ്മള്. അതെന്താന്നറിയോ, നമുക്ക് രഞ്ജി പണിക്കർ എന്ന് പറയുമ്പോ നമുക്കറിയാം പ്രതീക്ഷിക്കുന്ന ഒരു സാധനമുണ്ട്. മസിൽ പിടിച്ച് വന്നിട്ട് എന്താടാ ഒരു അച്ഛനാണെങ്കിൽ പോലും ആൾക്കൊരു മസിൽ പിടുത്തവും നടത്തൊക്കെ ഉണ്ട്. പക്ഷെ ഈ മനുഷ്യനെ ആദ്യം തൊട്ട് അവസാനം വരെ കാണുമ്പോണ്ടല്ലോ എന്തൊരു പാവം തോന്നുന്നറിയോ, ഒരു പഞ്ചപാവം മനുഷ്യൻ. അത് ഈ രഞ്ജി പണിക്കരില് ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവരാനും ആളെ കൊണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യിപ്പിക്കാന്നും ചിന്തിച്ച് അയാളെ കാസ്റ്റ് ചെയ്ത ആളെ ബ്രില്യൻസ് ആണത്. കാരണം ശരിക്കും ആ മനുഷ്യന് ആ എക്സ്പെക്ട് ചെയ്യുന്ന രഞ്ജി പണിക്കറിന്റെ സ്ഥിരം ടൈപ്പ് കാസ്റ്റിംഗ് ഇതില് ആ ഒരു വളരെ നിഷ്കളങ്കനായ ഒരു പാവം മനുഷ്യൻ എന്ന് പറയുന്നത് ആദ്യം തൊട്ട് അവസാനം വരെ നമുക്കത് ഫീൽ ചെയ്യും. ആളുടെ പെർഫോമൻസ് ആണെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഇവൻ മോഹിനി ആണെങ്കിലും സാധാ ഒരു അമ്മ തന്നെ, പക്ഷേ റിവീൽ ചെയ്യുന്നില്ല. എന്നാലും ആ ഒരു ഒറ്റ പോയിന്റിലില്ലേ, ആ ഒരു സീനില് ആ ഒരു എക്സ്പ്രഷൻ കണ്ടിട്ട് ഞാൻ ഈശ്വര. കാരണം റിയൽ ലൈഫിൽ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഒരാൾ എങ്ങനെയാണോ ആ സാധനം എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലാണ്ട് ഓവർ ഡ്രാമാറ്റിക് ഒന്നും അല്ല. ലൈക്ക് ആ സാധനം എങ്ങനെയാണ് അത് ചെയ്തത്, ഒന്നും ചെയ്യാതെ എല്ലാം പറഞ്ഞു പിന്നെ എല്ലാരും കൊള്ളാം. ഷമ്മി പക്ഷെ എനിക്ക് പുള്ളിക്കാരിനെ ഭയങ്കര സ്ക്രീനിൽ കാണുമ്പോ നല്ല രസമുണ്ട്. കാരണം വെച്ചാൽ അമ്മയും മോനും പൃഥ്വിരാജും നമ്മുടെ നാട്ടിലെല്ലാം കാണുന്ന ഉമ്മയും മോനും അങ്ങനെയൊക്കെ തന്നെയാണ്. നല്ല രസമുണ്ട്. പിന്നെ നടി എന്ന് പറയാനായിട്ട് നടിക്ക് ഇതില് ഒന്നുമില്ല. ഒരു പാട്ടിന് വേണ്ടി കൊണ്ടുവന്നു. അല്ല, ആടൊരു ഭാര്യ ക്യാരക്ടർ ഉണ്ട്, അതുകൊണ്ട് ഉണ്ട്. കാരണം ഭാര്യ ക്യാരക്ടറിന് അങ്ങനെ വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല. അത് മാത്രല്ല നല്ലൊരു ഭംഗിയുള്ള ഒരു കുട്ടി, നല്ല മൊഞ്ചുള്ള കുട്ടി. അതൊരു പാട്ട്, ആ പാട്ടിൽ വന്നു, അത് കഴിഞ്ഞു. അതിന് പ്രത്യേകിച്ച് വേറെ റോളുകളൊന്നും ഇല്ല. പിന്നെ ഇന്ദ്രൻസിനും പിന്നെ നമ്മൾ പറയാം ഷമ്മീത്തിലേക്ക് ഇന്ദ്രൻസ്, അവരൊക്കെ പിന്നെ ഓൾറെഡി എക്സ്പെക്ടഡ് ആണ് അവരുടെയൊക്കെ പെർഫോമൻസ്. അതുപോലെ വില്ലനും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വില്ലനെ പക്ഷെ ആള് ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന, കാരണം പുള്ളിയുടെ ഒരു റേഞ്ച് നമുക്ക് ഓൾറെഡി അത് ഏത് റേഞ്ചിൽ പോയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയുന്നോണ്ട് നമുക്ക് ആ ഒരു വില്ലനെ നമുക്ക് ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ആള് ആ ക്യാരക്ടറിനോട് 100% ഇത് പുലർത്തിയിട്ടുണ്ട്. ആളുടെ ഒരു സ്വാഗും നല്ല രസമായിട്ടുണ്ട്. ഈവൻ സ്റ്റണ്ടിന്റെ ഇടയിലാണെങ്കിലും ആ സ്വാഗ്. പിന്നെ എന്താന്നറിയാം, ഇതില് നമ്മളിപ്പോ ഇങ്ങനെ പറയുമ്പോ പോസിറ്റീവ് സൈഡ് പറയുമ്പോ ഭയങ്കര നമ്മളിപ്പോ കണ്ട് എക്സ്ട്രാ ഓർഡിനറി അങ്ങനത്തെ ഒരു ലെവലല്ല കേട്ടോ പറഞ്ഞത്. പക്ഷെ സിനിമകൾ എന്ന് പറയുമ്പോൾ ഓരോ ടൈപ്പ് ആയിരിക്കൂലേ. അപ്പൊ ഇത് നല്ലൊരു മൂവിയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിന് മീൻസ് പഴയ നമ്മൾ കണ്ടു പരിചയിച്ച ഒരു ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെ തന്നെ. പക്ഷെ അത് ഇന്നത്തെ കാലത്തെ എന്താ പറയാ ഫെസിലിറ്റീസുകളെല്ലാം കൊണ്ട് എടുത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് കണ്ടു. പക്ഷെ ഇപ്പോഴത്തെ സിനിമകളൊക്കെ ഓരോരോ ബെഞ്ച് മാർക്കുകൾ സെറ്റ് ചെയ്ത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മാസനായാലും ഇപ്പൊ പറഞ്ഞ ആക്ഷൻ ആണെങ്കിലും ഓരോ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു നമുക്ക് ചിലപ്പോ പോകുമ്പോ നമുക്കത് എവിഡന്റ് ആയിട്ട് മനസ്സിലാവും. അത്
പറയാൻ കാരണം എന്ന് വെച്ചാല് ഫസ്റ്റ് തന്നെ എനിക്ക് ഫസ്റ്റ് തന്നെ ഇംപ്രഷൻ പോയത് പൃഥ്വിരാജിന്റെ എൻട്രിയാണ്. മനസ്സിലായ അത് ഞാൻ എന്താന്ന് പറയുന്നില്ല, പക്ഷെ അതിനേക്കാളും മാസായിട്ട് ഒരു എൻട്രി എടുക്കാമായിരുന്നു. വളരെ അതൊരു പൃഥ്വിരാജിനെ പറ്റിയൊരു അതാ പറഞ്ഞത്. നമ്മളിപ്പോ ഒരു ബെഞ്ച് മാർക്കുകളില്ലേ, ആ ബെഞ്ച് മാർക്കുകൾ വെച്ചിട്ട് ഈ സിനിമേനെ കാണുന്നതുകൊണ്ടാണ്. നല്ലൊരു സിനിമാറ്റോഗ്രാഫർ ഉണ്ട്, അടിപൊളിയായിട്ട് BGM ചെയ്യുന്ന ആളുണ്ട്. ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ആ ഒരു എൻട്രി ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യായിരുന്നു. വളരെ നേരെ മറിച്ച് നോക്കി ലാലേട്ടന്റെ എൻട്രി, ലാലേട്ടന്റെ മുഖം റിവീൽ ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അവന്റെ പൊന്നു മോനെ, രോമാഞ്ചിഫിക്കേഷൻ. അതേപോലെ തന്നെ ടോവിനോ നമ്മൾ ശരിക്കും വായ പൊളിച്ചു. എനിക്ക് എന്താന്നറിയാ ഫീൽ ചെയ്തത്, റോളക്സിന് നമ്മള് സൂര്യനെ റോളക്സ് ആയിട്ട് കണ്ട സെയിം ഒരു സംഭവമാണ് എനിക്ക്. എല്ലാവരും തിയേറ്റർ മൊത്തം ശബ്ദമാണ് എല്ലായിടത്തുനിന്നും വന്നത്. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് ടോവിനോനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ ഇതുവരെ ടോവിനോനെ മാരക എൻട്രി. ആ എൻട്രി പറഞ്ഞേ, അതൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോ പൃഥ്വിരാജിന്റെ വളരെ വീക്കായി പോയി. ചിലപ്പോ അല്ലേ പൃഥ്വിരാജിന്റെ എൻട്രി എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴാണ്. പക്ഷേ ഇതിനകത്ത് ആ ക്യാരക്ടറിന്റെ എൻട്രി, ക്യാരക്ടറിനുണ്ട്. ആ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്ന. പക്ഷേ അങ്ങനെ ഒരു എനിക്ക് അങ്ങനെ ഒരു അധോലോഗോഡോൺ അങ്ങനത്തെ ഒരു ഇമ്പാക്ട് അയാൾക്ക് ഇല്ലല്ലോ. അയാള് വളരെ നാച്ചുറൽ ആയിട്ട് സ്മഗ്ലിംഗ് ഒക്കെ ചെയ്ത് അയാളുടെ നിവൃത്തികേട് കൊണ്ട് ഇപ്പൊ ആൾക്കാരെ കൊല്ലുക പിടിക്കുക, അതൊന്നും അയാളെ ഇതിലില്ലാത്തൊരു സാധനല്ലേ. സ്മഗ്ലിംഗ് കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സിനിമ ദാവൂദ് ഇബ്രാഹിമിനെ കാണും പോലെ അല്ലല്ലോ കാണുന്നത്. അതായത് ഈ സ്മഗ്ലിംഗ് ഒക്കെ കാണിക്കുന്ന സിനിമയിൽ നമുക്ക് ത്രില്ലടിപ്പിക്കുന്ന സാധനങ്ങളുണ്ട്. ഇതിന്റെ സ്കെയില്, ഇതിന്റെ മാസ്, അതായത് 1000 കോടി 500 കോടി 500 കിലോ സ്വർണം, ഇതൊക്കെ പറയുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യാണ്ട്. പക്ഷെ ഇതിലെ കച്ചവടം അല്ലെങ്കിൽ ഇതിലെ സ്മഗ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാധാരണ ഒരു എന്താ പറയാ, ഇപ്പം നമ്മളെ നാട്ടിലെ ഒരു എന്താ പറയാ, ഇതുമായിട്ട് ബന്ധം ഇല്ല ഒരാൾ വന്ന് സ്മഗ്ലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ നാച്ചുറൽ ചെയ്തു പോകുന്ന കാര്യങ്ങൾ. പക്ഷെ എന്താണെന്നറിയോ, അതിലൊരു വിരോധാഭാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് കഴിഞ്ഞിട്ട് അവന്റെ ആ ഒരു ചേഞ്ചും അവന്റെ എന്താ പറയാ അവന്റെ ജീവിത ശൈലിയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ കാണുമ്പോ ഈ ഒരു സ്കെയിലില് സ്മഗ്ലിംഗ് ചെയ്യുന്ന നമുക്ക് കാണിക്കുന്നില്ലല്ലോ. അത് ചിലപ്പോ ഓരോ ലുക്ക് മാറുന്നതിനനുസരിച്ച് സ്കെയില് വലുതാവുന്ന അതുണ്ടല്ലോ. ഇവൻ കടത്തുന്ന സാധനത്തിന്റെ തന്നെ സ്കെയില് മാറി മാറി വരുന്നില്ലേ. പക്ഷെ ഹീസ് നോട്ട് സംബഡി എന്താ പറയാ എല്ലാരും കൊല്ലണം അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലുള്ള ആളേ അല്ലല്ലോ. മനസ്സിലായ ലൈക്ക് ഇത് ചെയ്യാന്നുള്ളതല്ലാണ്ട് ഇവൻ അയാളത് സ്റ്റോപ്പ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ അങ്ങനെ ഒരു ഇൻസിഡന്റ്, അയാളെ കയ്യിൽ ഒരാൾ മരിക്കുന്ന ഒരു ഇൻസിഡന്റോടുകൂടി അയാൾ ഇത് നിർത്തുക ചെയ്യുന്നത്. കാരണം അയാളെ ഗാങ്സ്റ്റർ എന്നുള്ള ഒരു സംഭവത്തിലേക്ക് എനിക്കതിൽ വളരെ മോശം ഒരു കാസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് മകനായിട്ട്. ഒന്നാമത് അവർ രണ്ടുപേരും ഒട്ടും അത് ആനയും ഒട്ടകവും ബ്രദർ എന്നോ അല്ലെങ്കിൽ ഒരു സഹായി എന്നൊക്കെ പറയാൻ അല്ലാണ്ട് മകൻ എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ കൊണ്ടുവച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു അയാളുടെ മകനാണ് അല്ലെങ്കിൽ സംഭവം തോന്നുന്നില്ല. പിന്നെ ഇതിൽ കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ട്. അവസാനം കുറച്ച് ഇതിൽ ഏറ്റവും വലിയ റൊമാൻറ്റിഫിക്കേഷൻ വരുന്നത് എപ്പോഴാണെന്നറിയില്ല, ലാലേട്ടന്റെ എൻട്രി, അതുപോലെ തന്നെ ടോവിനോന്റെ എൻട്രി. അതാണ് ഈ കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ, ഇവരൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പിന്നെ പറയാനുള്ളത്, എനിക്ക് എടുത്ത് പറയാനുള്ളത്, ഇതിലെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി എനിക്ക് വളരെ 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 വീക്കായിട്ട് തോന്നി. കാരണം ഖലീഫ എന്നൊരു സിനിമ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. മനസ്സിലായ ഇതിന്റെ ട്രെയിലർ കട്ടൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ പൊന്നെ, ഇത് ട്രെയിലർ ആണെങ്കിൽ സിനിമയില് പൂരിക്കും. അത് ഫസ്റ്റ് സ്റ്റണ്ട് തൊട്ട് നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്യാം, വരും ഓക്കെ, ഫസ്റ്റ് സ്റ്റണ്ട് കഴിഞ്ഞു, മേ ബി ഇത് ഫസ്റ്റ് സ്റ്റണ്ട് ആയതുകൊണ്ടായിരിക്കും ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ ഇതിന്റെ വേറെ ലെവലൊക്കെ വരും. എവിടെ ലാസ്റ്റ് വന്നപ്പോഴും എനിക്ക് ഈ മറ്റേ സ്റ്റണ്ട് കൊറിയോഗ്രാഫി വളരെ വീക്കായിട്ട് തോന്നി. അത് പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ചത് സിനിമാറ്റോഗ്രാഫിയുടെ പോരായ്മയാണെന്ന്. കാരണം വെച്ച് കഴിഞ്ഞാല് അതല്ല, സിനിമാറ്റോഗ്രാഫിയുടെ പോരായ്മയല്ല എന്ന് എനിക്ക് തിരിച്ചറിഞ്ഞ എപ്പോഴാണെന്നറിയോ, ഇവരുടെ വീട്ടില് പുറത്തുള്ളവരെ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു സീനില് ഇവിടുത്തെ സെക്യൂരിറ്റികളുമായിട്ടൊരു ഫൈറ്റ് ഉണ്ട്. സൂപ്പർ ഫൈറ്റ് ആയിരുന്നു. കുറച്ചൊരു 5-6 നേപ്പാളികളുണ്ട്. ഈ നേപ്പാളികളായിട്ടുള്ള ഫൈറ്റ് എന്റെ മോനെ, അവരെ ക്യാരക്ടർ പോലെ നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരാ, പക്ഷെ തിയേറ്റർ മൊത്തം കൈയടിച്ചു അവരെ ഫൈറ്റ് കണ്ടിട്ട്. അമ്മാതിരി കിടുക്കാച്ചി ഫൈറ്റ്.
അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് DOPന്റെ പ്രശ്നമല്ല, ഇത് പൃഥ്വിരാജ് വരുമ്പോൾ മാത്രമാണ് ഈ സ്റ്റണ്ട് കൊറിയോഗ്രഫി ഡൗൺ ആവുന്നത്. പിന്നെ അതിനെ ഞാൻ ക്ലോസ്ലി ടെക്നിക്കലി വാച്ച് ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പൃഥ്വിരാജ് വരുന്ന എല്ലാ സ്റ്റണ്ടിലും അരയ്ക്ക് മേലെയുള്ളൂ, അതായത് ഈ സാധനം മാത്രമേ ഉള്ളൂ, ടിഷ്യൂ 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 ടിഷ്യൂ. പിന്നെ അവനെ ഫുള്ള് കാണിക്കുന്ന ഷോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും എടുത്ത് എറിയുന്നത്, അല്ലെങ്കിൽ റോപ്പിൽ, ഈ സാധനം മാത്രമേ ഉള്ളൂ. കാലുകൊണ്ടുള്ളൊരു ഫൈറ്റോ ജമ്പോ അടിയോ അത് റോപ്പിലാണ്. ഈ സാധനങ്ങൾ വളരെ കുറവ്. അതായത് ഒരു സ്റ്റണ്ട് എടുത്തു കഴിഞ്ഞാൽ 90% ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ സ്റ്റണ്ടിനൊരു വാവ് ഫാക്ടറും ഫീൽ ചെയ്യുന്നില്ല, ഒരു എനർജി ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു അത് ഞാൻ പറയുമ്പോൾ തന്നെ ഇത് ടെക്നിക്കൽ അറിയുന്ന ഒരാളുടെ പെർസ്പെക്റ്റീവിൽ കാണുമ്പോഴാണ് ആ ഫീല്. നേരെ മറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫൈറ്റ് കൊള്ളാം അങ്ങനെയുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പം ഒബ്വിയസ് ആണ് ഇനി എന്താണെന്നുള്ള ആ ഒരു ഫീലും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് ബോറിംഗ് ഫീൽ ചെയ്തിട്ടില്ല. അത് ഞാൻ ആദ്യം വിചാരിച്ചത് അതിന്റെ ഒരു ടെക്നിക്കൽ പോരായ്മയാണ്. പക്ഷെ ടെക്നിക്കൽ പോരായ്മയല്ല. കാരണം ഈ സെക്യൂരിറ്റി ഗാർഡ്സിനെ വെച്ച് ചെയ്ത ഫൈറ്റ് നമുക്ക് ശരിക്കും അത് ഒബ്വിയസ് ആയിട്ട് മനസ്സിലാണ്ട് അവര് ഫുള്ള് മറ്റേ ഫൈറ്റേഴ്സും തമ്മിലുള്ള ഫൈറ്റാണ്. അപ്പൊ അതുകൊണ്ട് ഫ്ലെക്സിബിൾ ആണ്. എവിടെ വേണമെങ്കിലും ക്യാമറ വെക്കാം, ഏത് ആംഗിളിലും ക്യാമറ വെക്കാം, എങ്ങനെ വേണമെങ്കിലും ക്യാമറ മൂവ് ചെയ്യാം. മനസ്സിലായി? അതുകൊണ്ട് നമുക്ക് ആ ഫൈറ്റ് ഭയങ്കര എനർജി ഫീൽ ചെയ്യും, ഭയങ്കര സ്വാഗ് ഫീൽ ചെയ്യും, ആക്ഷൻ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ പൃഥ്വിരാജിന്റെ വരുന്ന സ്റ്റണ്ട് കൊറിയോഗ്രഫി അവന്റെ ലിമിറ്റേഷൻസ് എനിക്കറിയില്ല. ബാക്കിയുള്ള പടങ്ങളിലൊക്കെ അവൻ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത്ര ഫ്ലെക്സിബിൾ അല്ല, എന്നാലും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതില് നമുക്ക് ആ പൃഥ്വിരാജിന്റെ ഫൈറ്റ് ഒന്നും അത്ര ഒരു മാസ് ആയിട്ട് ഫീൽ ചെയ്യില്ല. അതാണ് എനിക്ക് BGM വെച്ചിട്ട് മാസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ മറ്റേ സീരിയലായി പോയാൽ ഇവർ പറയുന്ന ആ ഒരു സംഭവം അല്ല. BGM ഒക്കെ കൂടി നമുക്ക് എന്താ പറയാ ടെക്നിക്കൽ ഒന്നും അറിയാത്തൊരു ഓഡിയൻസ് കാണുമ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം. അതായത് ഓരോ സിനിമകളും ഇവിടെ ഓരോ ബെഞ്ച് മാർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓഡിയൻസിന്റെ എക്സ്പെക്ടേഷൻ അതാണ്. പൃഥ്വിരാജ് വന്നിട്ട് അങ്ങനെ ഒരു ഫൈറ്റ്, അത് ഇതുപോലൊരു മാസ പടത്തില് ഇത്രയും അടിപൊളി BGM ഒക്കെ ഇട്ടിട്ട് പടക്കാന്ന് പറയുമ്പോൾ ആ ഫൈറ്റിന് നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ വരുന്നില്ല, കിട്ടുന്നില്ല. ലാസ്റ്റ് ക്ലൈമാക്സിലെങ്കിലും ഞാനത് എക്സ്പെക്ട് ചെയ്തു, പക്ഷെ അത് വന്നില്ല. മേ ബി അത് നിങ്ങൾക്ക് ചിലപ്പോ നമുക്കത് വേണമെങ്കിൽ ഇവളോട് ഞാനിത് പറഞ്ഞു മനസ്സിലായത്. എനിക്കത് എൻജോയ് ചെയ്യുന്നതിന്റെ ലെവല് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ മറ്റേവരെ ഫൈറ്റ് ഫുള്ള് ആവേശം ഉണ്ടായിരുന്നു. മറ്റേതിന് അത്ര ആവേശമില്ല. പൃഥ്വിരാജ് അടിക്കുന്നത് അതൊരു നോർമൽ ലൈക്ക് സാധനമായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ സ്റ്റണ്ട് സീനുകൾ ഉണ്ടല്ലോ, അതേപോലെ ഈ വണ്ടി മറിയുന്നതും അതൊക്കെ കുറെ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ട് അതില്. അതെന്താണെന്നറിയില്ല. ഈ സ്റ്റണ്ട് കൊറിയോഗ്രഫി ബിഹൈൻഡ് ചെയ്യുന്നവർക്ക് അറിയുള്ളൂ അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. നമ്മളിപ്പം നമുക്ക് പറയാം അവരാടുന്ന് എന്ത് കഷ്ടപ്പെട്ടിട്ട് എന്തൊക്കെയായിരുന്നു അവരുടെ എന്താ പറയാ ബുദ്ധിമുട്ടുകൾ, അവരെന്തൊക്കെ ലാഗ് ചെയ്ത് മീൻസ് എന്തൊക്കെ ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ടാണ് അത് അങ്ങനെ അതുകൊണ്ട് സിനിമേനെ ജഡ്ജ് ചെയ്യുന്നതിൽ ഇത് ജസ്റ്റ് ഇതൊരു ഈ സിനിമ ഒരു ട്രെയിലറാണ്. മനസ്സിലായ? ഇനി വരാൻ പോകുന്നതാണ് എന്താ പറയാ ഖലീഫ എന്ന് പറഞ്ഞ ഈ സാധനത്തിന് ഇതേ ഉള്ളൂ. ഈ സ്റ്റോറി ഇവിടെ അവസാനിച്ചിട്ടാ. ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നത്. ഇതിന്റെ ഒരു കഥ തുടർച്ചയോ അങ്ങനെയൊന്നുമില്ല. ഇതില് മരിക്കേണ്ട വില്ലന്മാരൊക്കെ മരിച്ചു. ഇനി മോഹൻലാലിന്റെ കഥ പറയാൻ ഇനി വേണമെങ്കിൽ സംഭവിക്കാവുന്നതെന്ന് വെച്ചാൽ മോഹൻലാലിന്റെ ബാക്ക് സ്റ്റോറി കാണിക്കാം. എങ്ങനെയായിരുന്നു അയാള് ഈ മോഹൻലാലിന്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് കൊസേപ്പാസോ എന്ന് പറഞ്ഞാൽ എന്താണ് കൊസേപ്പാസോ അങ്ങനെ എന്തോ ഒരു സാധനം അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് പോലും അയാൾക്ക് വേണ്ടിയിട്ട് ഒരു കഥ ജനിക്കാം. അപ്പൊ ആളുടെ ഒരു ബാക്ക് സ്റ്റോറിയോ അല്ലെങ്കിൽ ആൾക്കുണ്ടായിരുന്ന ഒരു ശത്രുവിനെ, അല്ലാണ്ട് ഈ കഥയിൽ നിന്നൊരു കഥ ഉണ്ടാവില്ല. ഇനിയിപ്പോ ടോവിനോ മോഹൻലാല് ഇവരോട് ചുറ്റിപ്പറ്റി നടക്കുന്ന കഥയും അതില് പൃഥ്വിരാജിന് ഉണ്ടാവുന്ന ഒരു റോളും അതായിരിക്കും ഇനി രണ്ടാമത്തെ സിനിമ. പക്ഷെ അത് വേറൊരു ലാർജ് സ്കെയിലായിരിക്കും. കാരണം അതിന്റെ കാസ്റ്റിന്റെ മൊത്തം മാറി, സിനിമയുടെ വലുപ്പം മാറി അല്ലേ. ഇനിയിപ്പോ അറിയില്ല. ഈവൻ നമ്മള് ലൂസിഫർ കണ്ടിട്ട് എമ്പുരാനിലേക്ക് പോയൊരു ലാസ്റ്റ് ആ നടന്നു വരുന്നൊക്കെ ആ സ്വാഗ് ഒക്കെ കാണുമ്പോ നമുക്ക് കറക്റ്റ് എമ്പുരാൻ തന്നെ. മറ്റേ കോട്ടൊക്കെ ഇട്ട് കണ്ണടയും വെച്ച് മറ്റേ അതെ കുറച്ചുകൂടി വയസ്സായ ലാലേട്ടൻ. പക്ഷെ നല്ല ഭംഗിയുണ്ട്. അതെ കുറെ കാലങ്ങൾക്ക് ശേഷം ലാലേട്ടൻ ആളുടെ ഒരു വരവുണ്ട്. മറ്റേ ചുരുട്ട് കത്തിച്ച് വെച്ചിട്ട് ഒരു എൻട്രി ഉണ്ട്. മോനെ ക്യാമറമാൻ നോക്കുന്നുണ്ട്. പിന്നെ സമയം കൂടുതലായി. അപ്പൊ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. പറഞ്ഞു ഇങ്ങനെ പോയി. അപ്പൊ ഖലീഫ എല്ലാവരും
തിയേറ്ററിൽ പോയി കാണണം. ഇറ്റ്സ് എ തിയേറ്റർ വാച്ച് മൂവി. തിയേറ്ററിൽ പോയി കണ്ടാലേ അതിന്റെ സൗണ്ട് എഫക്റ്റ് ആയാലും അതിന്റെ DOP ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി എല്ലാ സാധനങ്ങളും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. മസ്റ്റ് ആയിട്ടും തിയേറ്ററിൽ പോയി കാണുക. അപ്പോൾ വീണ്ടും ഒരു സിനിമാ സംസാരവുമായി വരുന്നവരിക്കും ബൈ.